ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് വാഗമണ്ണിൻ്റെ മനോഹരമായ കാഴ്ചയിലേക്കാണ്. നിറയെ ടീ പ്ലാന്റേഷനും കുന്നും മലകളും, പ്രകൃതിയെ തൊട്ടറിഞ്ഞൊരു യാത്ര. മൂടിക്കിടക്കുന്ന മലകൾ കാണാൻ എത്ര ഭംഗിയാണെന്നറിയാമോ? ഇത്ര മനോഹരമായ കാഴ്ച തന്ന വാഗമണ്ണ് ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അങ്ങനെ യാത്ര ചെയ്ത് ഞങ്ങൾ പോയത് ഗ്ലാസ് ബ്രിഡ്ജിലേക്കാണ്. 120 ഫീറ്റ് ലോങ് ഉള്ള തിക്ക് ഗ്ലാസ് ബ്രിഡ്ജാണ് ഇത്. 40 അടി ഉയർച്ചയിൽ നിന്നുകൊണ്ട് ഗ്ലാസ് ബ്രിഡ്ജിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ അല്പം ഭയമൊക്കെ തോന്നുമെങ്കിലും പ്രകൃതി നൽകുന്ന സന്തോഷം ഓർക്കുമ്പോൾ ആ ഭയമൊക്കെ നമുക്ക് മാറിപ്പോകും. അത്ര സുന്ദരമായ കാഴ്ചയാണ്. ചെറിയ മഴ ചാറ്റലുണ്ടായിരുന്നു ഞങ്ങൾ പോയപ്പോൾ. മേഘങ്ങൾ ഇങ്ങനെ നമ്മളെ മൂടി നിൽക്കുന്ന ഒരനുഭവം. കാഴ്ച എത്ര മനോഹരമായ കാഴ്ചയാണ് തന്നത്. ആ പ്രകൃതി എത്ര സുന്ദരമാണ് ദൈവം നിർമ്മിച്ചിരിക്കുന്നതെന്ന് കാണാൻ പറ്റും. അതിനുശേഷം ഞങ്ങൾ പോയത് സിപ്പ് ലൈൻ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതും മഞ്ഞിക്കൂടൊരു യാത്ര. മഞ്ഞിനെ തൊട്ടുള്ള യാത്ര എന്നാണ് ഞാനിതിനെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഭയത്തെ അങ്ങോട്ട് മാറ്റി നിർത്തി എക്സൈറ്റ്മെൻറ്റോടെ സന്തോഷത്തോടെയുള്ള യാത്ര. അത് ഞങ്ങൾക്ക് തന്ന അനുഭവം എന്ന് പറയുന്നത് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഓരോ യാത്രകളും നമ്മുടെ ജീവിതത്തിന്മേൽ ഒത്തിരി അനുഭവങ്ങളാണ് തരുന്നതല്ലേ, ആസ്വദിക്കുവാനായിട്ടും. കുഞ്ഞുങ്ങൾക്കാണെങ്കിലും വ്യത്യസ്തമായ അനുഭവമായിരുന്നു. അവരാ മഞ്ഞും മലയും എല്ലാം ആസ്വദിക്കുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു. ഓരോ പ്രവാസികളും ജീവിതത്തിൽ പല ദുഃഖങ്ങളും പ്രാരാബ്ധങ്ങളും എല്ലാം മറന്ന് കുറച്ച് ദിവസം എൻജോയ് ചെയ്യാനായിട്ട് നാട്ടിൽ വരുമ്പോൾ ഇങ്ങനെയൊക്കെ വീണ് കിട്ടുന്ന ദിവസങ്ങളാണ് നമ്മുടെ ഓർമ്മയിൽ എന്നും ഉള്ളത്. അതുപോലെ വാഗമൺ ഞങ്ങൾക്ക് അത്ര മനോഹരമായ ഓർമ്മയാണ് തന്നത്. അധികം ഇരുട്ടാകുന്നതിന് മുമ്പേ ഞങ്ങൾ അവിടുന്ന് യാത്രയായി വാഗമണ്ണിനോട് യാത്ര പറഞ്ഞു. ഈ കാഴ്ചകൾ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു യാത്രാ അനുഭവമായി വീണ്ടും കാണാം. ബൈ ബൈ.